സംസ്ഥാന സ്കൂൾ കായികമേള പോൾ വോട്ടിൽ ഇത്തവണയും മാർബേസിലിന്റെ ആധിപത്യത്തിന് മാറ്റമുണ്ടായില്ല. 4 സ്വർണമടക്കം 6 മെഡലുകളും നേടിയാണ് മധു മാഷിന്റെ കുട്ടികൾ തലസ്ഥാനത്ത് നിന്ന് മടങ്ങുന്നത്. പരിശീലിക്കാൻ കുട്ടികൾ പോകുമ്പോൾ നൽകാൻ സർക്കാർ ഇടപെടണമെന്ന് മുൻ ദേശീയ ചാമ്പ്യൻ കൂടിയായ പരിശീലകൻ മധു പറയുന്നു. രുചീഷ് വി രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പോൾ വോൾട്ട് എന്നാൽ അത് മാർബേസിൽ എന്നാണ് ഉത്തരം. ഇത്തവണയും അതിന് മാറ്റമില്ല. 4 സ്വർണവും 2 വെള്ളിയും നേടിയാണ് മധുസാറിന്റെ കുട്ടികൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. മധുസാർ 7 വർഷത്തിലധികമായി മാർബേസിലിന്റെ പരിശീലകൻ കൂടിയാണ്. നേരത്തെ നാഷണൽ ചാമ്പ്യൻ ആയ ആൾ കൂടിയാണ്. ഇത്തവണയും കുട്ടികൾ നിരാശപ്പെടുത്തിയില്ല. ഇല്ലില്ല, ഇത്തവണ കുട്ടികൾ നിരാശപ്പെടുത്തിയില്ല. പക്ഷേ നമുക്കൊരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിലേക്ക് പോകാൻ പറ്റില്ല. ആ ഒരു നിരാശ എനിക്കുണ്ട്. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ലെവലിലേക്ക് എത്താൻ പറ്റില്ല എന്നതിന് നിരാശയുണ്ട്. നമ്മൾ ഈ ഏറ്റവും ഒടുവിൽ നടന്നത് സീനിയർ ആൺകുട്ടികളുടെ മത്സരമാണ്. അതിൽ 2 അതായത് സ്വർണവും വെള്ളിയും നേടിയത് മധുസാറിന്റെ കുട്ടികളാണ്. അതിൽ ഏറ്റവും രസകരമായ കാര്യം മികച്ച പ്രകടനത്തോടെയാണ്, അതായത് കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനത്തോടെയാണ് ആകാശ് സ്വർണം നേടിയത്. അതും പരിക്കിനെ വകവയ്ക്കാതെ മത്സരിച്ചു എന്നത് കൂടി. പരിക്ക് മാറി അധികം കാലമായിട്ടില്ല, അതിനെ വകവയ്ക്കാതെ തന്നെ മത്സരിച്ചു, സ്വർണം നേടി. നമുക്ക് ചാമ്പ്യനോട് കൂടി തന്നെ ഒരു അനുഭവം ചോദിക്കാം. എങ്ങനെയായിരുന്നു ഈ മത്സരം ഉണ്ടായിരുന്നത്? കുഴപ്പമില്ലായിരുന്നു. മധുസാർ എങ്ങനെയാണ് ഒരു പട്ടാളക്കാരന്റെ ഒരു ചിട്ടയൊക്കെ ഉണ്ടോ പരിശീലനത്തിൽ? ഉണ്ട്, അത് കാരണമാണ് ഇത്ര ഇതിലെത്താൻ പറ്റിയത്. അച്ഛൻ എങ്ങനെയാണ്? വീട്ടിലുള്ള അച്ഛനാണോ പിറ്റിലെത്തുമ്പോൾ? അല്ലല്ല, ഗ്രൗണ്ടിൽ കോച്ചിന്റെ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. വീട്ടിലങ്ങനെയല്ല, കുഴപ്പമൊന്നുമില്ല, സ്നേഹത്തോടെയാണ്. എമി സീനിയർ പെൺകുട്ടികളിൽ സ്വർണം നേടി, സഫാനിയ ജൂനിയർ പെൺകുട്ടികളിൽ സ്വർണം നേടി. വിചാരിച്ചത്ര ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊന്നും അത്ര സെറ്റായിട്ട് നടന്നില്ല. മഴയും പിന്നെ ഞങ്ങൾക്ക് റൺവേ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം. പോളിൽ തന്നെയാണ് തുടങ്ങുന്നത്. സ്കൂളിൽ പോളിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്താണ് വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സാർ, അത് കാണുമ്പോൾ ഒരു പരിശീലകൻ എന്ന നിലയിൽ തോന്നുന്നത് എന്താണ്? അതെ, അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഞാൻ 91-92 സ്കൂൾ സ്റ്റേറ്റിലെ സ്കൂൾ നാഷണൽ മെഡൽ വന്ന ആളാണ്. അന്ന് ഞാൻ കൊണ്ടുവരുന്ന പോൾ ഇതുപോലത്തെ ബംബൂ സ്റ്റൈൽ പോളാണ്. ഇവിടെ വരുന്ന എനിക്ക് ഭയങ്കര സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന കുട്ടികൾക്ക് ആ പോളിൽ പോലും നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് കൊടുത്ത് കൊണ്ടുവരുന്നില്ല. എന്തായാലും ഇവരോട് കൂടി ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? ഞങ്ങളിങ്ങനെ തന്നെ പരസ്പരം തന്നെ ഞങ്ങൾ ഭയങ്കര മോട്ടിവേഷൻ തന്നെ പറയും. ഞങ്ങൾ ഓരോ ഹൈറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും, നീ അത് ചെയ്യും, പറ്റും. സ്വർണം നേടിയാൽ ഒരുപാട് സന്തോഷം അല്ലേ? സന്തോഷമുണ്ട്. പിന്നെ അവനുള്ള കാരണമാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത്. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ മീറ്റുകളെല്ലാം പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ബോഡി റിക്കവറിയും കാര്യങ്ങളും റെസ്റ്റിലോട്ട് എത്തിയില്ല. പിന്നെ അതുകൊണ്ട് പെർഫോമൻസിലോട്ടൊന്നും എത്താൻ പറ്റിയില്ല. ദീപക്കിനൊപ്പം രുചീഷ് രവീന്ദ്രൻ, തിരുവനന്തപുരം.